നമുക്കറിയാം, വളരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ മണ്ണിൽ ഇന്ന് നിൽക്കുന്നത്. കാരണം ഒരുപാട് കാലം തപസ്സനുഷ്ഠിച്ച ഒരു സന്യാസി വര്യന്റെ ചിന്തകൾക്ക്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പൂർണ്ണതയേൽക്കാൻ നിയോഗിക്കപ്പെട്ട കുറച്ചാളുകൾ അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത ഈ മണ്ണിൽ കാലുകുത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ മനസ്സാ സ്മരിക്കുകയാണ്. ഈ മണ്ണിൽ ഈ ആശ്രമത്തിന്റെ പേര് തന്നെയാണ് നമ്മൾ നടത്താൻ പോകുന്ന യാഗത്തിന് വന്നിട്ട് ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര്, സ്വാമിജിയുടെ അമ്മയുടെ പേര് സാവിത്രി എന്നായിരുന്നു. അതുകൊണ്ടാണ് സ്വാമിജി ഈ ആശ്രമത്തിന് ഗായത്രി എന്ന് പേരിട്ടത്. ആ ഗായത്രി ആശ്രമത്തിലാണ് നമ്മൾ ഗായത്രി മഹായാഗം നടത്തുന്നത്. ആ യാഗത്തിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് മഹാമണ്ഡലേശ്വരജിയെ നമുക്കിന്ന് ഇവിടേക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ വലിയൊരു ദൗത്യമാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നിരുപമാനന്ദ തീർത്ഥ സ്വാമിജിയുടെ ഓർമ്മകൾ വരികയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിലും പ്രണാമം അർപ്പിക്കുകയാണ്. എത്രത്തോളം നമ്മൾക്ക് ഇതിലേക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ, നമ്മുടെ സമാജത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ, അതെല്ലാവരും നമ്മളുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് ഞാൻ ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് എന്താ വെച്ചാല്, തിരുനാവായ മഹാമാഘം നടക്കുന്ന സമയത്ത് അതിന്റെ ഒരു 2-3 മാസം മുമ്പ് ഇതിനെക്കുറിച്ച് പത്രങ്ങളിലും മറ്റും വാർത്ത കണ്ടപ്പോൾ വളരെ ചെറിയ പ്രാധാന്യം മാത്രമേ അതിന് നൽകിയിരുന്നുള്ളൂ. പക്ഷെ അത് എത്രത്തോളം വിപുലമായി നടന്നു എന്നുള്ളത്, എത്രത്തോളം ഗംഭീരമായി നടന്നു എന്നുള്ള, ഭാരതം മുഴുവൻ അത് കൊട്ടി ഘോഷിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഇതും അതേപോലെ ആവണം. അത് നമ്മൾ ഓരോരുത്തരും, നേരത്തെ സ്വാമിജി പറഞ്ഞതുമാതിരി, നമ്മുടെ വീട്ടിൽ ഒരു ചടങ്ങ് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമോ, അതേപോലെ സമാജത്തിലുള്ള ഓരോ ആൾക്കാരും അതിനുള്ള ഒരു തയ്യാറെടുപ്പ്, ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ, തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അതുപോലെ തന്നെ വയനാടിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ, വയനാടിനെ ലോക ശ്രദ്ധയിൽ എത്തിക്കുന്ന ഒരു പരിപാടിയെ മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയും, യജ്ഞം, ദാനം, തപസ് ഇവ പാവനങ്ങളാണ്, പവിത്രീകരിക്കുന്നതാണ് നമ്മളെല്ലാവരും. നത്യാജ്യം എന്ന് പറയും. യജ്ഞദാന തപകർമ്മ നത്യാജ്യം എന്ന് പറയും. അപ്പൊ ഈ യജ്ഞവും ദാനവും തപസ്സും എത്രമാത്രം വലുതാണ്, എത്രമാത്രം നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് എന്ന് നമ്മുടെ ആചാര്യന്മാരെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത്തരത്തിൽ നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു വലിയ മഹനീയമായ ഒരു ടൈം, ഒരു സമയമാണ് വാസ്തവത്തിൽ ഈ ഗായത്രി മഹായാഗത്തിൻ്റെത് എന്ന് പറയുകയാണ്.
നേരത്തെ പറഞ്ഞപ്പോ വരാത്തവരുണ്ട്. പലരും തെറ്റിദ്ധരിച്ചത്, വീണ്ടും അത് പറയണം, അതൊന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വീണ്ടും വീണ്ടും തോന്നുകയാണ്. കാരണം നമ്മൾ ധാരണകളെക്കാൾ കൂടുതൽ തെറ്റിദ്ധാരണകൾ ഉള്ളവരാണ് അല്ലേ? നമ്മളൊന്ന് നോക്കൂ, നമ്മളുടെ വാട്സപ്പ് ഒക്കെ തുറന്നു, ധാരണയാണോ നമുക്ക് കൂടുതലുണ്ടാവുന്നത്, തെറ്റിദ്ധാരണയാണോ? ഹിന്ദു സമാജത്തെ എത്രയോ കാലമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതെ. എപ്പോഴെങ്കിലും നമുക്ക് വെളിപാട് പോലെ നമ്മളുടെ ആചാര്യന്മാർ വന്ന് ശരികൾ ബോധിപ്പിക്കുമ്പോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ സ്റ്റീൽ ടംബ്ലർ ഉണ്ട് അല്ലേ? അത് ഞെളിങ്ങിയാലും നമ്മൾ എന്തെങ്കിലും കാണിച്ച് ഉപയോഗിക്കും. കുപ്പി ഗ്ലാസ് എന്ന് പറയാൻ പാടില്ല, എന്നാലും പറയാം. കുപ്പി ഗ്ലാസ് പൊട്ടി എങ്ങനെ ഉണ്ടാവും? ഗ്ലാസ് ടംബ്ലർ എന്നാണ് പറയേണ്ടത്. ഓക്കെ, പൊട്ടിയ കുപ്പി ഗ്ലാസ് അല്ലെങ്കിൽ ഗ്ലാസ് ടംബ്ലർ അത് ഒരു വട്ടം പൊട്ടിയാൽ പിന്നെ ഉപയോഗിക്കും. ഇതുപോലെയാണ് ഈ ഉള്ളവന്റെ ജീവിതം, ഒരു വേദാന്ത ജീവിതം. എന്റെ ജീവിതത്തിൽ ഒരു വലിയ പൊട്ടലായിരുന്നു. എന്ത്, കുറെ ഗ്ലാസ്സുകൾ അങ്ങ് പൊട്ടി പോയി. പിന്നെ വേറെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ സമാജത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളിലേക്കുള്ള ഉണർവ്, ആ ഉണർവിന് വിഘാതമായ തെറ്റിദ്ധാരണകളെ തിരുത്തുകയാണ് വാസ്തവത്തിൽ നമ്മളുടെ ആചാര്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എന്ത്, പറഞ്ഞപ്പോ അത് ചേർത്ത് പറഞ്ഞു എന്നുള്ളൂ. അതായത് പറഞ്ഞുകൊണ്ടുവന്ന് സിമ്പിളാണ്. നേരത്തെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗണപതി ഹോമം നടക്കുന്നുണ്ട്, നമ്മളെല്ലാം ചീട്ടാക്കണം, എന്നിട്ട് ചെന്നാലും ചെന്നില്ലെങ്കിലും നമ്മൾ ചീട്ടാക്കിയാൽ മതിയല്ലോ. ഇങ്ങനെ നമ്മളുടെ വയനാട്ടിൽ പലരും വിചാരിച്ചു വെച്ചിട്ടുണ്ട് ഈ ഗായത്രി മഹായാഗത്തെ കുറിച്ച്. അപ്പൊ യജ്ഞം ചീട്ടാക്കിയോ എന്ന് വെച്ചാൽ, ഇനി ചീട്ടാക്കിയോ? അതെ, ഞാൻ ചീട്ടാക്കിയിട്ടില്ല, എന്നാൽ ഞാനും കൂടി ചീട്ടാക്കി തരാം, ഒരു 100 രൂപയാണെങ്കിൽ ഞാൻ ചീട്ടാക്കിയിരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ചു വെച്ചിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് തോന്നുന്നു. അങ്ങനെയല്ല, വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും വന്ന് യജ്ഞം ചെയ്യാണ് എന്നുള്ളത്. ഒരു 5 ദിവസത്തെ വ്രതമെങ്കിലും എടുത്ത് നമ്മളെല്ലാവരും വന്ന് യജ്ഞം ചെയ്യുകയാണ്. ഇതൊരു വലിയ സാമൂഹിക ആന്തോളനമാണ്, ഒരു സാമൂഹിക നവോത്ഥാനം അല്ലേ? അതും അമ്മമാർ, പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ എല്ലാവരും വന്ന് ഗായത്രി മന്ത്രം ചൊല്ലി യജ്ഞം ചെയ്യുന്നത് സമാജത്തിന്റെ വലിയൊരു സാമൂഹിക മാറ്റമാണോ അല്ലയോ എന്ന് ചിന്തിച്ചു നോക്കൂ. അത്തരത്തിലൊരു വലിയ പ്രതിഭാസമാണ് നമ്മളിവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിന് ഗുരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നോക്കൂ, ഭാരതത്തിൽ ഈശ്വരനേക്കാളും വലുതാണ് ഗുരു അല്ലേ? ഈശ്വരനെ പറ്റി പറയുമ്പോൾ നമുക്ക് കണ്ണീര് വരുമോ? ഗുരുക്കന്മാരെ പറ്റി പറയുമ്പോ നമുക്ക് ഗദ്ഗതവും കണ്ണീരും അല്ലാതെ മറ്റൊന്നും വരാനില്ല. കാരണം ഈ ഉള്ളവൻ യാത്ര ഹരിദ്വാറിലും അവിടെ പോയ സമയത്ത് ആ കഹാൻസ ആരെയൊക്കെ ബാപ്പുജി എന്ന് ചോദിക്കും, സ്വാമികളോടൊക്കെ ചോദിച്ചു, അങ്ങാരെവിടുന്ന വരണെന്നാണ് അതിന്റെ അർത്ഥം. ഹം കേരള സെ ശങ്കർജി കാ ഭൂമി സെ ക്യാ എന്ന് ചോദിക്കും. അപ്പൊ കാല് തൊട്ട് പിടിച്ചു വലിച്ച്, അയ്യോ എന്തൊരു, അവർക്ക് ശങ്കരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ ശങ്കരൻ നമ്മൾ എഴുത്ത് ആരംഭിക്കാൻ തുടങ്ങുമ്പോ എഴുത്ത് കഴിഞ്ഞ് പേനയ്ക്ക് അടപ്പിട്ടു, മനസ്സിലായോ? ഇല്ല, ശങ്കരാചാര്യ സ്വാമികള് എത്രാം വയസ്സിലെല്ലാം പൂർത്തീകരിച്ചു പോയി. നമ്മൾ ആരംഭിക്കുമ്പോ, നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിച്ച് 10-24 വർഷം കഴിഞ്ഞ് പിന്നെയും 10 വർഷം ആലോചിച്ചിട്ടാണ് എഴുതണോ എഴുതണ്ടേന്ന് ആലോചിക്കുക അല്ലേ? ആലോചിച്ച് നോക്കൂ. വീടിന്റെ പ്രയാസം, കുട്ടികളെ നോക്കണം, എല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് എന്നാ പിന്നെ ഒരു വരി എഴുതിക്കളാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാരും ഉണ്ട്. അല്ലെങ്കിൽ പറയും, എനിക്ക് ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നു, എന്റെ സാഹചര്യം ഇതൊന്നും സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇതിലൊക്കെ പാട്ടൊക്കെ പാടുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? ആ മഹാപുരുഷൻ നമ്മൾ അവസാനിപ്പിക്കാൻ വിചാരിച്ചിടത്ത് അല്ല, ആരംഭിക്കാൻ വിചാരിക്കുന്നിടത്തുനിന്ന് അവസാനിപ്പിച്ചു പോയ ഒരു മഹാപ്രതിഭാസം ശങ്കരേവ. തോടകൻ പാടുന്നു, ഭവ ഏവ ഭവാനിതി മേ നിതരാം. എനിക്ക് ഗുരുനാഥ അങ്ങ് ഭവനാണ്. ഭവൻ എന്ന് പറഞ്ഞ ആരാണ്? ഭവാനി ആരാ? ഭവം ഭവാനി സഹിതം നമാമി. ഭവൻ ആരാണ്? ശിവനാണ്. അപ്പൊ ഭവ ഏവ ഭവാൻ, ഭഗവാനെ അങ്ങ് പരമേശ്വരൻ തന്നെയാണെന്ന് നിതരാം എന്റെ ഉള്ളിൽ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ടാവട്ടെ, ബോധിക്കട്ടെ എന്ന് പാടുകയാണ് തോടകൻ. അങ്ങനെ ഗുരു പരമ്പര വാസ്തവത്തിൽ ആരാണ്? നമ്മുടെ ശിവസ്വരൂപികളാണ്. അങ്ങനെയുള്ള ഗുരു പരമ്പരയെ കുറിച്ച് ഓർക്കുമ്പോ നമുക്ക് എന്താണ് തോന്നേണ്ടത്? ഭക്തി, ധന്യത, അല്ലെങ്കിൽ ശ്രദ്ധ. ആ ഗുരു പരമ്പരയോടുള്ള ശ്രദ്ധ എത്രമാത്രം ഉണ്ടോ അത്രമാത്രം നമ്മുടെ ധർമ്മത്തിന്റെ വികാസം സംഭവിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തേത് നമ്മളുടെ അമ്മമാരാണ്. അമ്മ ലോകത്തില് ഒരേ ഒരു വംശത്തിലും ഒരേ ഒരു പരമ്പരയിലും മാത്രമാണ്
അമ്മയെ ഈശ്വരനായി കാണുന്നത് പോരാ, ഈശ്വരനെ അമ്മയായി കാണുന്നത്. ഈശ്വരനെ അമ്മയായും അമ്മയെ ഈശ്വരനായും ഏതൊരു സംവിധാനത്തിലാണോ ഉള്ളത് അത് നമ്മളാണ്, നമ്മൾക്ക് മാത്രം. അത്രത്തോളം മഹനീയത ലോകത്ത് എവിടെയില്ല അല്ലെ? ഭാരതത്തെ കുറിച്ച് നമ്മൾ എന്താ പറയാ? ശ്രീ പരമേശ്വരന്റെ പ്രിയ പത്നിയാണെന്ന് പറയൂല്ലേ? ആ ഭാരതാംബയുടെ പാദങ്ങൾ എവിടെയാണ്? അങ്ങ് കന്യാകുമാരിയിൽ ശ്രീപാദശിലയിൽ പാദങ്ങൾ ഊന്നിക്കൊണ്ട് പരമേശ്വരന്റെ മടിത്തട്ടിൽ കിടക്കുന്ന ആ ഭാരതാംബ നമുക്ക് ശ്രീ പരമേശ്വരിയാണ്, ലളിതാംബികയാണ്, ദുർഗാപരമേശ്വരിയാണ്. ഈ തരത്തിലുള്ള ദൃഢമായ ബോധ്യം, വിശ്വാസം, ശ്രദ്ധ, ആ ശ്രദ്ധയാണ് നമ്മുടെ ധർമ്മത്തിന്റെ വികാസം. ആ ശ്രദ്ധയെ വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കലാണ് ഗുരു പരമ്പരയുടെ ജോലി. അത്തരത്തിൽ പുണ്യപുരുഷന്മാർ നമ്മുടെ നാട്ടില് എത്ര ഉണ്ടാവണോ അത്രയും നമ്മുടെ ധർമ്മം വിജയിക്കും അല്ലെ? ഫെനോമിനേഷത്തിലൊരു ഭാഗമുണ്ട്. ഓരോ ഇന്ദ്രിയങ്ങളുടെയും വിജയമാണെന്ന് കണ്ണ് വിചാരിച്ചു കണ്ണിന്റെ വിജയമാണ്, കാത് വിചാരിച്ചു കാതിന്റെ വിജയം. അങ്ങനെ പിന്നീട് ആ ഉപനിഷത്ത് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും വിജയമല്ല, ഇതെല്ലാം ബ്രഹ്മത്തിന്റെ വിജയമാണ്, പരമാത്മാവിന്റെ വിജയമാണ്. അതുകൊണ്ട് നമ്മളാരും ഒറ്റയ്ക്കല്ല വിജയിക്കുന്നത്, സമാജമാണ് വിജയിക്കുന്നത്, ധർമ്മമാണ് വിജയിക്കുന്നത്. ഒരാൾ ചെയ്ത് വിജയിച്ചാലും 10 ചേർന്ന് വിജയിച്ചാലും വാസ്തവത്തിൽ ആരാണ് വിജയിക്കുന്നത്? ധർമ്മമാണ് വിജയിക്കുന്നത്. ധർമ്മം വിജയിക്കണമെങ്കിലോ നമ്മൾ വിജയിക്കണം. നമ്മൾ വിജയിച്ചാൽ അത് ഗുരു പരമ്പരയോടുള്ള നമ്മളുടെ സമർപ്പണമാണ്. നാം വിജയിച്ചാൽ അത് പിതൃ പരമ്പരയോടുള്ള സമർപ്പണമാണ്. നാം പരാജയപ്പെട്ടാൽ അത് അവരുടെ പരാജയമാണ്. നാം വിജയിച്ചാൽ അവരുടെ കൂടി വിജയമാണ്. ആണോ? ഒരു കുട്ടി സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങി വിജയിച്ചാൽ കുട്ടിയുടെ മാത്രം വിജയമാണോ? ആ പിതൃ പരമ്പരയെ കൂടെ വിജയമാണ്. ആണോ? അതുപോലെ തന്നെയാണ് നാമാണ് നമ്മുടെ ഗുരു പരമ്പരയ്ക്ക് വിജയം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിലൂടെയാണ് ആ വിജയം സംഭവിക്കുന്നത്. അവർ നമ്മളെ പ്രേരിപ്പിക്കുന്നു, നാം വിജയിക്കുന്നു അല്ലെ? മഹാഭാരത യുദ്ധത്തിൽ അർജുനാണോ വിജയിച്ചത്, കൃഷ്ണനാണോ വിജയിച്ചത്? ബാക്കി നിങ്ങൾ ചിന്തിക്കുക, ഉത്തരം ഞാൻ പറയുന്നില്ല. ഇതുപോലെ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത എന്ന ഗീത പറയും. നമുക്ക് എല്ലാവർക്കും ശ്രേയസിനെ പ്രാപിക്കാം. ഇനിയൊന്നും വലിച്ചു നിൽക്കണില്ല. പൂജനീയ സ്വാമിജി നമ്മുടെ മുമ്പിലുണ്ട്. സ്വാമിജിക്ക് ഞാൻ എല്ലാ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്വാമിജി പറയും. നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സ്വാമിജിനോട് പല കാര്യങ്ങളും ചോദിച്ചു. വയനാട്ടിലെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ സ്വാമിജി വിലയിരുത്തുന്നുണ്ട്. നമ്മള് എന്താണ് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്നത് പോലെ വയനാട്ടിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്വാമിജിക്ക് അറിയാം. എന്തായാലും കുംഭമേളയ്ക്ക് നമ്മൾ ഇവിടുന്ന് ഒരു 10ഓളം അല്ലേ, 14 ബസ് 14 ബസ് കൂടുന്നു. നമ്മളെല്ലാം വളരെ റിസ്ക് എടുത്ത് 14ഓളം ബസ് നമ്മള് ധർമ്മസേവാ കേന്ദ്രത്തിന്റെ ട്രസ്റ്റിന്റെ പേരിൽ തന്നെ പോയി. അത് മാത്രമല്ല, അതിനേക്കാളും ചിലപ്പോ ബസ്സുകള് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളൂ നമ്മളെ സംബന്ധിച്ച്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് വയനാട്ടിൽ നിന്ന് ഞങ്ങള് ഒരു രസം ഉണ്ടായി. ബസ് അവിടെ നിർത്തിയപ്പോൾ ആളുകളെല്ലാം വയനാട് എന്ന് പറഞ്ഞു വായിക്കുന്നുണ്ട്. എവിടെ നിന്ന് വന്ന ആള്? തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്താണോ ദൂരം കൂടുതൽ നമ്മളാണോ? അവര് വിചാരിക്കും വയനാട്ടിൽ നിന്നാണ്, നമ്മൾ വിചാരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ആലോചിച്ച് നോക്കണേ. അപ്പൊ അതാണ് ധർമ്മം. ധർമ്മം അങ്ങനെയാണ്. ധർമ്മം വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആലിന്റെ മരം വലുതാവുകയാണ്. ആലിന്റെ മരം വലുതായി കഴിഞ്ഞാല് അവിടെ ആല് മാത്രമാണോ ജീവിക്കുക? പക്ഷി ജീവിക്കും. അടിയിൽ മാളത്തിൽ പാമ്പുണ്ടാവും? ഉണ്ടാവും. തേരട്ട എല്ലാം ഉണ്ടാവുമോ? ഉണ്ടാവും. നല്ല പക്ഷി ചീത്ത പക്ഷി ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഒരാല് എങ്ങനെ ആശ്രയം നൽകുന്നു, അതുപോലെ ധർമ്മം എല്ലാവർക്കും ആശ്രയം നൽകുന്നു. അധർമ്മിക്കും ആശ്രയം നൽകുന്ന ആരാണ്? ധർമ്മമാണ്. സംശയമില്ല. അധർമ്മിക്കും ആശ്രയം നൽകുന്നത് ധർമ്മമാണ്. എന്തായാലും കൊള്ളാം. ഇതാണ് പറയാനുള്ളത്. നമ്മൾക്കെല്ലാം ചേർന്ന് ഈ യജ്ഞത്തെ വിജയിപ്പിക്കാം. അതിന് ഗുരു പരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സത്യത്തിൽ ഇന്ന് ക്ഷണിച്ചിട്ട് വന്ന സ്വാമിജിയാണ്, ക്ഷണിക്കാതെ വന്നത് അതിഥി ഇല്ലേ? ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഉദിജി അവിടെ ഉണ്ടായിരുന്നു. ക്ഷണിക്കാത്തതുകൊണ്ട് എനിക്കൊരു മടി. എന്താന്ന് വെച്ചാൽ എനിക്ക് അവിടെ നിന്നും ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് പറയാതിരുന്നു. നമ്മളൊരു വരൂട്ടോ എന്ന് പറയണമെങ്കിൽ ഓരോ ആളുകളും ഓരോ പരിപാടി പ്ലാൻ ചെയ്താവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്ഷണിച്ചതേ ഇല്ല, ഒന്നും പറഞ്ഞില്ല.
റിജിയോടും പറഞ്ഞില്ല. അപ്പൊ അവരൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. നമ്മളിപ്പോ ഇത്ര ഒരു ചെറിയ അല്ലേ വിളിച്ചു കൊണ്ടുവരുമ്പോ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടോ ഒന്നും എനിക്കറിഞ്ഞില്ല. എങ്കിലും ക്ഷണിക്കാതെ ഒരു അതിഥി രൂപത്തിൽ വരിക എന്നുള്ളത് ഏത് സ്ഥലത്തും അത് നമ്മളുടെ പുണ്യാണ്. മനസ്സിലായില്ല? നമ്മൾ ക്ഷണിച്ചവർ വന്നവരാ എന്നതല്ല ആ മഹത്വം. ക്ഷണിക്കാതെ എത്ര പേര് വന്നു എന്നുള്ളതാണ് എന്തിന്റെയും മഹത്വം. അവിടെയാണ് ശരിക്ക് ആതിഥേയത്വവും ആതിഥ്യവും ഒക്കെ സംഭവിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ വന്ന ഹരിനാരായണജിക്കും പ്രത്യേകം നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. എന്തായാലും സ്വാമിജിയുടെ വാക്കുകൾ കേൾക്കാം. അതിന്റെ മുമ്പ് 2 വാക്ക് നമ്മളോട് ഹരിനാരായണജി പറയുമായിരിക്കും. അധികമില്ലാതെ 2 വാക്ക് പറയും. ശേഷം നമ്മളോട് മണ്ഡലേശ്വർജി അല്പം സംസാരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും പിരിഞ്ഞു പോകാം. ഗായത്രി മാതാവിന്റെയും ഗുരുപരമ്പരയുടെയും ദിവ്യമായ സങ്കല്പത്താൽ ഇവിടെ വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയ എല്ലാവരുടെ പദങ്ങളെയും സാഷ്ടാംഗ പ്രണാമം. നേരത്തെ പറഞ്ഞതുപോലെ ക്ഷണിച്ചിട്ടാണോ വന്നത് ക്ഷണിക്കാതെയാണോ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിവിടെ എത്തി അല്ലേ. ഞാനൊന്ന് പരിചയപ്പെടുത്താം അല്ലേ. എന്റെ പേര് മൗനയോഗി സ്വാമി ഹരിനാരായണൻ. ഗുരുവായൂരാണ്. ഷിർഡി സായി ബാബയുടെ ആശ്രമമുണ്ട് അവിടെ. ഷിർഡി സായിയുടെ പരമ്പരയിലെ 4ാമത്തെ ഒരു സന്യാസ ദീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം ഷിർഡി സായി ബാബ ജീവിച്ചിരുന്ന കാലത്തില് ഉപാസിനി ബാബ ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിതകാലം മുഴുവൻ മൗനം ആചരിച്ചു. അതിനുശേഷം അദ്ദേഹം മരിക്കുന്നതിനേക്കാൾ 1 വർഷം മുമ്പ് പാഴ്സി ആയിട്ടുള്ള മെഹർ ബാബയ്ക്ക് ആ മൗനത്തിന്റെ ദീക്ഷ കൈമാറി. ആ മെഹർ ബാബ മരിക്കുന്നതിനേക്കാൾ 1 വർഷം മുമ്പ് കൃഷ്ണാജി എന്ന് പറയുന്ന മൗനി ബാബയ്ക്ക് ആ ദീക്ഷ കൈമാറി. അദ്ദേഹം നീണ്ട 52 വർഷം മൗനത്തിലായിരുന്നു. അദ്ദേഹം സമാധിയാവുന്നതിനേക്കാൾ 6 മാസം മുമ്പ് ആ ദീക്ഷ ഈ ഉള്ളവനെ കൈമാറി. അതിനുശേഷമാണ് അദ്ദേഹം US വെച്ചിട്ട് സമാധിയാവുന്നത്. അത് സമാധിയാണോ അതില്ലെങ്കിൽ മറ്റുള്ള രീതിയിലാണോ എന്നുള്ളത് ഉറപ്പിച്ച് പറയാറായിട്ടില്ല. എങ്കിലും അവസാനം US ഗവൺമെന്റുമായിട്ട് എഴുത്തുകുത്തുകളൊക്കെ നടത്തി ആശ്രമവും സ്വത്തുക്കളൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്തു. ആ ഗുരുവിന്റെ ശരീരം മാത്രം നമുക്ക് വിട്ടു തന്നു. അത് നമ്മൾ കണ്ണൂര് ചെറുവത്തൂര് കൊണ്ടുവന്ന് സമാധിയിരുത്തി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു പരമ്പര നിൽക്കുന്നത്. എന്തായാലും ഈ സനാതന ധർമ്മത്തിന്റെ ഒരു വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും നമുക്ക് വേണ്ടിയല്ല. ഇതം ന മമ രാഷ്ട്രായ സ്വാഹ. ഇതെല്ലാം നമ്മളെ പോറ്റി വളർത്തുന്ന നമുക്ക് ജന്മം നൽകിയ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു പുണ്യാണ്. പക്ഷെ ആ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നമ്മളിൽ ചില ഭാവങ്ങൾ ഇല്ലാതെയാവണമെന്നാണ്. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഒഴിവായിട്ട് എന്നിലൂടെ ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ഭാവം വന്നാലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഗായത്രി ഹോമങ്ങളൊക്കെ എന്താ വെച്ചെങ്കിൽ നമ്മുടെയൊക്കെ പൂർവ്വജന്മത്തിലുള്ള സുഹൃതങ്ങള് നമുക്ക് ലഭ്യമാവാൻ വേണ്ടിയിട്ടും ദുഷ്കൃതങ്ങള് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഗായത്രി ഹോമങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ പൈസ തന്നെയാണെങ്കിലും നമ്മൾ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് എടുക്കാൻ പോകണമെങ്കിൽ എന്തൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ടാവും അല്ലെ. നമ്മളവിടെ ചെല്ലണം, ചെക്ക് എഴുതി കൊടുക്കണം, നമ്മുടെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുക്കണം, ടോക്കൺ വാങ്ങിക്കണം, നമ്മളവിടെ കാത്തു നിൽക്കണം. എന്നിട്ട് വേണം ആ പൈസ, നമ്മുടെ പൈസയാണ് എന്നാൽ പോലും നമ്മൾ എടുക്കാൻ. ഇതുപോലെ നമ്മൾ മുൻജന്മങ്ങളിലൊക്കെ ചെയ്തു വെച്ച സുഹൃത്തുക്കളാണെങ്കിൽ പോലും അത് നമുക്ക് കിട്ടാൻ നമ്മൾ ചില പ്രൊസീജിയറുകൾ ഈ ജന്മത്തെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ജന്മത്തിൽ നമ്മൾ ശരീരം എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഇത്തരം യാഗങ്ങളൊക്കെ. അപ്പൊ നമുക്ക് വിശന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ദുരിതങ്ങൾ മാറാനും നമുക്ക് സുഹൃതം കിട്ടണമെങ്കിലും നമ്മൾ തന്നെ കർമ്മങ്ങൾ ചെയ്യണമെന്ന്, അതിനുള്ളൊരു ഭാഗ്യമാണ് ഇവിടെ ലഭിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, ലിംഗ വ്യത്യാസമില്ലാതെ, വർണ്ണ വ്യത്യാസമില്ലാതെ നമുക്ക് നേരിട്ട് ഹോമം ചെയ്യാവുന്ന ഒരു അവസരമാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ളത്. അപ്പൊ ഇത്തരം അവസരങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത് യഥാർത്ഥത്തില് വളരെ
ദുർലഭമാണ്. അതിൽ പങ്കെടുക്കാൻ സാധിക്കുക, അതില് ഭാഗമാക്കാവാൻ വേണ്ടി സാധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ കോടി ജന്മത്തെ പുണ്യമാണ്. അത് ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ അവസരങ്ങൾ നമുക്ക് എപ്പോഴും നമുക്ക് വന്നുകൊള്ളണം എന്നില്ല. വരുന്ന അവസരത്തിൽ ചാടി പിടിക്കുക എന്നുള്ളത്, അത് എത്രത്തോളം നമുക്ക് ചാടി പിടിച്ച് സ്വന്തമാക്കാൻ കഴിയുന്നു എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോയ്സാണ്. അത് നമ്മുടെ മാത്രമല്ല, നമ്മളുടെ ചുറ്റിലുമുള്ളവർക്ക് കൂടി ഈ ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണക്കാര് നമ്മളായി കഴിഞ്ഞാൽ അതിന്റെയും കൂടി മുന്നേ നമുക്ക് കിട്ടുന്നു. അത്തരത്തില് ഒരു നിമിത്തമാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ അവസരം ഉണ്ടാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ വരാൻ ആനന്ദവന സ്വാമിയാണ് ഒരു നിമിത്തമായത്. എന്തായാലും എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. സംപൂജ്യ സ്വാമി ഹംസാനന്ദപുരിജി, മൗനിയോഗി ഹരിനാരായണൻജി, ഈ സ്വാസംഗത്തിന്റെ അധ്യക്ഷൻ, ഈ ധന്യമായ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമോ നാരായണപൂർവകമായ നമസ്കാരം. ഒരു വലിയ യജ്ഞത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ തപോഭൂമിയിൽ. ഗായത്രി എന്ന മഹാമന്ത്രത്തെ ഋഷീശ്വരന്മാര് നമുക്ക് തന്നത് ചൊല്ലിക്കൊണ്ട് തന്നെ രക്ഷിക്കാനുള്ള കരുത്തിനെ ചേർത്തിട്ടാണ്. അത് മന്ത്രം ചൊല്ലിയാൽ മതി, രക്ഷ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ചടങ്ങുകളിലും അല്ലെങ്കിൽ എല്ലാ ദീക്ഷാക്രമങ്ങളിലും ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന മഹാമന്ത്രമാണ് ഗായത്രി. ആ ഗായത്രിയെ പലതരത്തിൽ ഉപാസിക്കുന്ന പല പരമ്പരകൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കൃതിയിൽ പല സ്ഥലങ്ങളിലായും ഒക്കെ ഉണ്ട്. ഒരുപാട് ആചാര്യന്മാര് ഗായത്രിയെ ഈ ജനമനസ്സുകളിലേക്ക് ആഴത്തിൽ ഇറക്കിച്ചെല്ലാൻ, ഗായത്രിയുടെ ശക്തിയെ അവർക്ക് അനുഭവവേദ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ആ ഗായത്രി മന്ത്രത്തെ ഒരു തപോഭൂമിയിൽ ഇവിടത്തെ ഭക്തരുടെ, ഈ ദേശത്തിന്റെ ഒക്കെ രക്ഷയെ, കല്യാണത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു മഹായജ്ഞമായിട്ട്, മഹായാഗമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ തപസ് ആ തപസ്സിലേക്ക് ഇനി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കുറച്ച് നാളുകളേ ഉള്ളൂ. അതിന്റെ സജീവമായിട്ടുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും തന്നെ. സുകൃതഹോമം എന്നാണ് പഴയ കേരളത്തിൽ പാരമ്പര്യമായിട്ട് ഗായത്രി യാഗത്തിന് പറയുക. അത് നേരത്തെ നാരായണ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആ സുഹൃതങ്ങളുടെ ഫലത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒപ്പം തന്നെ ഗായത്രി മന്ത്രം ഈ എല്ലാ നമ്മുടെ ദീക്ഷകളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നതോടൊപ്പം തന്നെ പ്രായശ്ചിത്തമായി കൂടി ഉപയോഗിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ കൂടി ക്രിയയിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾ ഇത്ര ഒരു ഗായത്രി ജപിച്ചിട്ടാണ് അതിൽ നിന്ന് വരുന്ന ഫലത്തെ അതിജീവിക്കുക. അപ്പൊ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും രക്ഷയായിട്ടും പരിഹാരമായിട്ടും അങ്ങനെ എല്ലാ തലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മന്ത്രസ്വരൂപമാണ് ഗായത്രി. ആ ഗായത്രിയെ ഒരു യാഗമായിട്ട്, മഹായജ്ഞമായിട്ട് ഒരുപാട് പേർ ചേർന്നിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ട് വരും. ഒന്ന്, എന്ത് ചെയ്യുന്നു എന്നുള്ളത്. രണ്ട്, ആര് ചെയ്യുന്നു എന്നുള്ളത്.
മൂന്ന് എവിടെ ചെയ്യുന്നു എന്നുള്ളത്, എപ്പോൾ ചെയ്യുന്നു എന്നുള്ളത്. ഇതെല്ലാം ഒരു കാര്യത്തിന്റെ ഫലത്തെ നിർണയിക്കുന്ന ഘടകങ്ങളാണ്. മന്ത്രങ്ങളിൽ മഹാമന്ത്രമായ ഗായത്രിയെ യാഗമായിട്ട് ദേശത്തിന് വേണ്ടിയിട്ട് സമാജത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണുള്ളത്. അതാണ് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ആര് ചെയ്യുന്നു? എല്ലാവരും ചേർന്ന് ചെയ്യുകയാണ്. ആ ഗായത്രി മാതാവിനെ ഉപാസിക്കുന്ന ആ ഭാവത്തിലേക്ക് വരുന്ന സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും ചേർന്നിട്ടാണ് ഈ യജ്ഞം ചെയ്യുന്നത്. എല്ലാവരുടെയും സങ്കല്പത്തിനുള്ള ശക്തി ഒരുമിച്ച് അവിടെ ചേരുകയാണ്. ഇത് ചെയ്യുന്ന കാലം ധർമ്മം വീണ്ടും ഉണർന്നു വരുന്ന ഒരു കാലമാണ്. ഇപ്പൊ ആയിരത്താണ്ടിലേറെ നീളുന്ന അധിനിവേശത്തില് നമ്മുടെ ധർമ്മം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അത് ഭൗതികമായിട്ടുള്ള സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും അതിൻ്റെ പ്രയാസങ്ങൾ ഈ ധർമ്മം അനുഷ്ഠിക്കുന്നവർക്കൊക്കെ നേരിടേണ്ടി വന്നിരുന്നു എന്നെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ ധർമ്മം ഒന്ന് ഉണർത്തെഴുന്നേൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ചെയ്യുന്നത്. അത് ഉണർത്തെഴുന്നേൽക്കുന്ന കാലത്താണിത് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഉണർവിനെ തടയാനുള്ള പരിശ്രമങ്ങളും പണ്ട് എങ്ങനെയാണോ ഈ ധർമ്മത്തെ കീഴ്പ്പെടുത്താൻ നടത്തിയത് അതിനേക്കാൾ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. പലതരത്തിലും ഇപ്പോൾ നമ്മുടെ പൂർവാചാര്യന്മാർ നമുക്ക് തന്നിരിക്കുന്ന നിഷ്ഠകൾ എന്ന് പറഞ്ഞാൽ ആ നിഷ്ഠകൾ ഏറ്റവും ലളിതമായ നിഷ്ഠകൾ പാലിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരാം. അർത്ഥമറിയാതെ രാമനാമം ജപിച്ചാൽ കാട്ടാളന് മഹാഋഷിയാവാം. അത്രയും ലളിതമായിട്ടുള്ള അനുഷ്ഠാനത്തിന് അത്രയും ശക്തമായിട്ടുള്ള ഫലമാണ്. പക്ഷെ അങ്ങനെയുള്ള എല്ലാ അനുഷ്ഠാനങ്ങളെയും ഒക്കെ നമ്മൾ ഉപേക്ഷിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മാറ്റിവെച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്ന നിരവധി പരാജയങ്ങളുണ്ട്. നമ്മൾ നശിക്കണം അല്ലെങ്കിൽ നമ്മൾ വളരരുത് എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾക്ക് ശക്തി കൂടുന്നത് നമുക്ക് പൂർവാചാര്യന്മാർ തന്ന ഇത്തരത്തിലുള്ള ബലത്തെ നമ്മൾ പൂർണ്ണമായിട്ടും കൈവിടുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഇവിടെ ധർമ്മം മുന്നോട്ട് പോകരുത്, ഈ ധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോകരുത്, അവര് ബിസിനസ്സിൽ വിജയിക്കരുത്, അവര് ഉയർന്ന പദവികളിൽ എത്തരുത്, അവര് വലിയ വിദ്യാഭ്യാസ തലത്തിൽ വലിയ ഉന്നതികളിൽ എത്തരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് പേര് നിലനിൽക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ഈ യജ്ഞം നടക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ വിപരീത ഘട്ടങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു കരുത്തായിട്ടാണ് അപ്പോൾ ഈ യജ്ഞം മാറുകയും ചെയ്യുന്നത്. ഏത് തരത്തിലും ഇപ്പൊ പലപ്പോഴും പല പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതിന്റെ ആലോചനകൾക്ക് പരിഹാരങ്ങൾക്കൊക്കെ ആയിട്ട് ആചാര്യന്മാരെ തേടി ചെല്ലുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇത് ഇങ്ങനെ നടക്കരുത് എന്ന് സങ്കല്പിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ആ ആഗ്രഹങ്ങൾക്ക് ആ സങ്കല്പങ്ങൾക്ക് ശക്തി വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ശക്തി തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർവികര്, ഋഷിമാര്, കാരണവന്മാര് നമുക്ക് തന്ന അനുഷ്ഠാനങ്ങളെ നമ്മൾ കൈവിട്ടു എന്നുള്ളത് കൊണ്ടാണ്. പൂർവികമായിട്ട് നമ്മുടെ എല്ലാ ദേശത്തും ഉണ്ടായിരുന്ന, എല്ലാ കുലത്തിലും ഉണ്ടായിരുന്ന ഗുരുവിനെ നമ്മൾ കൈവിട്ടു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഗുരുക്കന്മാരുടെ ഉപദേശാനുസരണം, ഗുരുക്കന്മാരുടെ തപോഭൂമികളിൽ ഇത്തരത്തിലുള്ള നിരവധി യജ്ഞങ്ങള് ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നടന്നു വരും. എവിടെയാണ് ഈ യജ്ഞം നമ്മൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു വലിയ മഹാത്മാവ് ഒരു മഹാസങ്കല്പവുമായി തപസ് ചെയ്ത ഭൂമിയിലാണ്. നിർവാനന്ദ തീർത്ഥ സ്വാമിജി കുറച്ചു മുമ്പ് സ്വാമിജി പറയുകയുണ്ടായി,
സ്വാമിജി ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ വലിയ ഒരു സങ്കല്പം മുന്നിൽ വെച്ചിട്ടായിരുന്നു. ഇവിടെ ഈ സ്ഥലമൊക്കെ കൊടുക്കുന്നവരൊക്കെ ആ സങ്കല്പത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കൊടുത്തത്. അത്രയും ഒരു തപസ് ഈ മണ്ണിലുണ്ട്. ഋഷിയുടെ തപസ് സങ്കല്പമുള്ള മണ്ണില് സന്യാസി പരമ്പരയുടെ മാർഗനിർദ്ദേശത്തില് സമാജത്തിലെ എല്ലാവരും ചേർന്നുകൊണ്ട് നമുക്ക് ശക്തിയും രക്ഷയും ഉണർവും എല്ലാം തരുന്ന മഹാമന്ത്രത്തെ യാഗമാക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിലും മഹത്തായ ഒരു അനുഷ്ഠാനം നമ്മുടെ ദേശത്തേക്ക്, നമ്മളിലേക്ക് വരാനില്ല. ഈ അവസരത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നിഷ്ഠയോട് കൂടിയിട്ട് ഈ തപസ്സില് ഭാഗഭാഗാക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ നിർവഹിക്കേണ്ട ധർമ്മം. സാധാരണഗതിയിൽ ഒരു ജ്ഞാനയജ്ഞത്തിലെ ശ്രോതാക്കൾ അല്ലെങ്കിൽ ഒരു യാഗത്തിന്റെ വരുന്ന ഭക്തര് പൊതുവിൽ ആളുകൾ കരുതുന്നത് അവർക്ക് വന്നു പോയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ സമ്പ്രദായത്തിൽ അതെല്ലാം ഒരു ഗുരുവിനടുത്ത് ശിഷ്യര് ദീക്ഷയോടുകൂടി ഇരിക്കേണ്ടത് പോലെ ശ്രദ്ധയും ഗൗരവവും വേണ്ട കാര്യമാണ്. ഒരു ജ്ഞാനയജ്ഞത്തിൽ കേൾവി ഇരിക്കേണ്ടത് ആ ഗുരുവിനടുത്തൊരു ശിഷ്യൻ ഇരിക്കുന്നത് പോലെ ആണ് അവിടെ കേൾക്കാനായി ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന ആളുകൾ ഇരിക്കുന്നത്. ഒരു യാഗത്തില് വരുന്ന ആളുകൾ തന്നെ ആ ഒരു ഭാവത്തിൽ ഒരു ഗുരുവിന്റെ അടുത്തുള്ള ശിഷ്യര് പോലെ ഒരു ദീക്ഷയോട് കൂടിയിട്ട്, ശ്രദ്ധയോട് കൂടിയിട്ട്, ഗൗരവത്തോട് കൂടിയിട്ടാണ് വരേണ്ടത്. ഇവിടെ ആ ഗൗരവം കുറച്ചുകൂടി കൂടുകയാണ്. കാരണം ഗായത്രി മന്ത്രം ചൊല്ലി ഇവിടെ ഒരുക്കുന്ന ഹോമകുണ്ടങ്ങളിൽ നേരിട്ട് യജ്ഞം ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ ആചാര്യന്മാർ ഒരുക്കുന്നത്. ആ യജ്ഞഫലത്തെ വളരെ ശക്തമായി, വളരെ നേരിട്ട് തന്നെ നമ്മളിലേക്ക് എത്തിക്കാവുന്ന അവസരം. അപ്പൊ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗൗരവത്തോട് കൂടിയിട്ട് ഈ ഒരു അനുഗ്രഹത്തിന് കഴിയുന്നത്ര ആളുകളെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഈ ദേശം മുഴുവൻ ഈ ധർമ്മത്തിന്റെ ശക്തി പ്രചരിക്കുന്ന ഒന്നായിട്ട് ഈ യജ്ഞഫലം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഉത്തരഭാരതത്തിലൊക്കെ ഒരു കാര്യത്തില് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ പറയുക തനുമന ധനസേ എന്നാണ്. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, നമ്മുടെ സാമ്പത്തികമായും മറ്റല്ലാതെയും ഉള്ള സമർപ്പണങ്ങൾ കൊണ്ട് ഒക്കെ ഇതിന്റെ ഭാഗമായി തീരുമ്പോൾ ആ യജ്ഞത്തിൽ നേരിട്ട് പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലത്തിന്റെ 10 മടങ്ങ് ഫലമാണ് നമുക്ക് അനുഗ്രഹമായിട്ട് വന്നു ചേരുക. ഇങ്ങനെ ഗായത്രി മാതാവ് നമ്മളെ എല്ലാവരെയും രക്ഷിച്ചുകൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമാജത്തെയും ഈ ദേശത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഗുരുപരമ്പരകളുടെ എല്ലാ ആശീർവാദവും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ നാഗാസന്യാസി പരമ്പരയുടെ എല്ലാ ആശീസ്സുകളും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കുമായി അർപ്പിക്കുന്നു. ശാന്തി ശാന്തി ശാന്തി. ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്.